ആരുടെ കൂടെ നിൽക്കും? നിലമ്പൂരിന്റെ വിധി നിർണയിക്കാൻ ഇനി 2 ആഴ്ച മാത്രം. കരുത്തും കുതിപ്പും പുറത്തെടുക്കാൻ സമയമുണ്ടല്ലോ എന്ന മാരത്തൺ ഓട്ടക്കാരന്റെ മനോനിലയിലല്ല നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ. ഇത് നിലമ്പൂർ മാരത്തണാണ് സ്ഥാനാർത്ഥികൾക്ക്. ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും ഇന്നറിയാം. ഇനി സ്ഥാനാർത്ഥികളുടെ വീറും വാശിയും പഴിചാരലുകളും നീണ്ടുനിൽക്കുന്ന 2 ആഴ്ചക്കാലം. നിലമ്പൂർ മണ്ഡലത്തിന് 60 വർഷത്തെ തിരഞ്ഞെടുപ്പ് ചരിത്രമാണുള്ളത്. ഈ കാലയളവിൽ 2 തവണ മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം മാറുകയും ചെയ്തു. നിലമ്പൂരിന്റെ മണ്ണിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് 1965-ലായിരുന്നു. ഈ മണ്ഡലത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ CPM നേതാവ് കെ കുഞ്ഞാലി കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി. 3-ാം സ്ഥാനത്ത് മുസ്ലിം ലീഗിലെ ഹമീദ് അലി ഷംനാടായിരുന്നു. 1967-ൽ മുസ്ലിം ലീഗ് ഉൾപ്പെട്ട സപ്തകക്ഷി മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന CPM-ലെ കെ കുഞ്ഞാലിക്കൊപ്പമായിരുന്നു നിലമ്പൂർ. ആര്യാടൻ മുഹമ്മദ് ഒരിക്കൽ കൂടി തോറ്റു. കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് 1970-ൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ MP ഗംഗാധരൻ CPM-ലെ അബൂബക്കറിനെ തോൽപ്പിച്ചു. ഈ മത്സരം നടക്കുമ്പോൾ കോൺഗ്രസും CPI-യും ലീഗും ഒരു മുന്നണിയായിട്ടായിരുന്നു മത്സരിച്ചത്. അന്ന് നിലമ്പൂർ മണ്ഡലം എന്നത് ഇന്നത്തെ വണ്ടൂർ മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെട്ടതായിരുന്നു. അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസിനും CPM-നും വിവിധ മേഖലകളിൽ സ്വാധീനമുണ്ടായിരുന്നുവെങ്കിലും ലീഗും കോൺഗ്രസും ഒന്നിച്ചപ്പോൾ CPM-ന് തോൽവിയായിരുന്നു ഫലം. അതിനുശേഷം 1977 നിലമ്പൂർ മണ്ഡലം പുനഃസംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, അമരമ്പലം, ചാലിയാർ, ചുങ്കത്തറ, പോത്തുങ്കൽ, കരുളായി, മൂത്തേടം, വഴിക്കടവ്, എടക്കര, കാളികാവ്, ചോക്കാട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതായിരുന്നു പുതിയ നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ഈ പ്രദേശങ്ങളിൽ പൊതുവിൽ മുസ്ലിം ലീഗിന് മുൻതൂക്കം കൂടുതലായിരുന്നു. അങ്ങനെയുള്ള ഒരു മണ്ഡലം വീണ്ടും ഇടതുപക്ഷത്തേക്ക് വരുന്നത് കോൺഗ്രസിലുണ്ടായ പിളർപ്പിനെ തുടർന്നാണ്. കോൺഗ്രസ് U എന്നും ആന്റി കോൺഗ്രസ് എന്നും അറിയപ്പെടുന്ന വിഭാഗം LDF-നൊപ്പം ചേർന്ന് മത്സരിച്ചത് 1980-ലാണ്. 1980-ൽ ചർക്ക ചിഹ്നത്തിൽ ജയിച്ച C ഹരിദാസ് ആര്യാടൻ മുഹമ്മദ് EK നായനാർ മന്ത്രിസഭയിൽ അംഗമായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി രാജിവെച്ചു. EK നായനാർ ആദ്യമായി മുഖ്യമന്ത്രിയായ ആ മന്ത്രിസഭ വീണപ്പോൾ 1982-ൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നു. 1982 ആയപ്പോൾ ചരിത്രം വീണ്ടും മാറി. ആര്യാടൻ കോൺഗ്രസിനൊപ്പം പോയപ്പോൾ കോൺഗ്രസ് നേതാവായിരുന്ന TK ഹംസ ഇടതുപക്ഷത്തേക്ക് വന്നു. CPM-ന്റെ സ്വതന്ത്രനായി മത്സരിച്ച ഹംസ ആര്യാടനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തി. നിലമ്പൂരിലെ 60 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു അന്ന് ഹംസയ്ക്ക് കിട്ടിയത്, 1566 വോട്ട്. 1987-ൽ സംസ്ഥാന ഭരണം ഇടതുപക്ഷത്തിന് കിട്ടിയെങ്കിലും നിലമ്പൂർ ആര്യാടൻ മുഹമ്മദിന് സ്വന്തമായി. ആ വിജയം പിന്നെ 2011-ൽ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്നതുവരെ തുടർന്നു. ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ മുൻതൂക്കമുണ്ടായിരുന്ന ചോക്കാട്, കാളികാവ് പഞ്ചായത്തുകൾ വണ്ടൂരിലേക്കും ചാലിയാർ പഞ്ചായത്ത് ഏറനാട് മണ്ഡലത്തിലേക്കും മാറി. ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളും ഒരു നഗരസഭയും ഉൾപ്പെടുന്നു. വഴിക്കടവ്, മൂത്തേടം പഞ്ചായത്തുകൾ ലീഗിനും കോൺഗ്രസിനും ശക്തമായ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. എടക്കര, ചുങ്കത്തറ, കരുളായി പഞ്ചായത്തുകളിൽ UDF-ന് മുൻതൂക്കമുണ്ടെങ്കിലും LDF-നും സ്വാധീനമുണ്ട്. പോത്തുങ്കൽ പഞ്ചായത്ത്, നിലമ്പൂർ നഗരസഭ എന്നിവ LDF-ന് മുൻതൂക്കമുള്ള പ്രദേശങ്ങളാണ്. അമരമ്പലം പഞ്ചായത്ത് CPM-ന്റെ ശക്തി കേന്ദ്രമാണ്, അവരുടെ കോട്ട തന്നെ എന്ന് പറയാം. ശക്തമായ മത്സരമായിരിക്കും ഇത്തവണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥികൾ കാഴ്ചവെക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 മാസം മാത്രം അവശേഷിക്കെ നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ഭരണമാറ്റമോ തുടർഭരണമോ എന്നാണ് ഇതിൽ പ്രധാനം. കോൺഗ്രസിന്റെ ആര്യാടൻ ഷൗക്കത്തും LDF സ്ഥാനാർത്ഥിയായി M സ്വരാജും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും BJP സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജും കളത്തിലുണ്ട്. മണ്ഡല പുനഃസംഘടനയിൽ പ്രതീക്ഷയർപ്പിച്ച് LDF-ഉം ചിഹ്ന ചരിത്രത്തിൽ വിശ്വാസമർപ്പിച്ച് UDF-ഉം കൂടെ പിടിച്ചു നിൽക്കാൻ സ്വതന്ത്രനായി അൻവറും. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നിലമ്പൂരിൽ കളം നിറഞ്ഞ മുന്നണികളും PV അൻവറും നിലനിൽക്കുമ്പോൾ ഓരോ ദിവസവും നിലമ്പൂർ ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലപ്പുറം ജില്ലയെക്കുറിച്ച് ഗുരുതര ആരോപണം ഉന്നയിച്ച ആളാണ് മുഖ്യമന്ത്രി. മലപ്പുറത്ത് തീവ്രവാദമാണെന്നും സ്വർണ്ണക്കടത്താണെന്നും ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ PR ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് നൽകിയെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിനാണ് അഭിമുഖം കൊടുത്തതെന്നും സംഘപരിവാർ ഭീകരവാദത്തിന് കുടപിടിച്ചു കൊടുക്കുന്ന അഭിമുഖമാണ് മുഖ്യമന്ത്രി നൽകിയത്. മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണെന്നുള്ള സതീശന്റെ പരാമർശം ഭരണപ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഭീഷണിയുമായി PV അൻവറും. നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിന്റെയും തെളിവുകൾ കയ്യിലുണ്ടെന്നും വേണ്ടിവന്ന നിലമ്പൂർ അങ്ങാടിയിൽ TV വെച്ച് കാണിക്കുമെന്നും അൻവറിന്റെ നിലപാട്. ആരോപണങ്ങളുടെ നീണ്ട നിര തന്നെ നിരത്തിയാണ് അൻവർ നിലമ്പൂർ പോർക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശമാണ് ഇടതുമുന്നണിയുടെ പ്രധാന പ്രചരണ വിഷയം.
UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണത്തിനായി കോൺഗ്രസ് നേതാവും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധി എത്തും. ജൂൺ 9, 10 തീയതികളിൽ മണ്ഡല പര്യടനത്തിനായി പ്രിയങ്ക കേരളത്തിലെത്തുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊന്നിൽ പ്രിയങ്ക നിലമ്പൂരിലെത്തി ഷൗക്കത്തിന്റെ പ്രചരണത്തിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ മറ്റൊരു വശത്ത് നേരത്തെ അൻവർ 2 പത്രികകളാണ് സമർപ്പിച്ചിരുന്നത്. ഇതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നൽകിയിരുന്ന പത്രിക തള്ളിയിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ സമർപ്പിച്ചിരുന്ന പത്രികയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം നിലമ്പൂരിന്റെ നിലപാട്.